യോബിന്റെ ഹിസ്റ്ററിയിൽ നിന്നാണ്. ദൈവം യോബിനെ കുറിച്ച് പറയുന്നത് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്നാണ്. അതുപോലെ ദൈവം യോബിനെ ഒത്തിരി അനുഗ്രഹിച്ചു. യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആടുമാടുകളും ദാസന്മാരും വലിയ സമ്പത്തും എല്ലാം ഉണ്ടായിരുന്ന ഒരു മഹാനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും യോബ് ദൈവത്തെ മറന്നു ജീവിക്കുകയോ അഹങ്കരിക്കുകയോ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയോ ചെയ്തില്ല. യോബ് ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും ഭയഭക്തിയോടെ ജീവിച്ചു. പക്ഷേ സാത്താൻ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു. എന്നാൽ യോബിന്റെ വീടിന് ചുറ്റും ദൈവം ഒരു വേലി പോലെ ഒരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാത്താൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരിക്കലും യോബിനെ പരീക്ഷിക്കുവാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ചു. ദൈവം പറഞ്ഞു, അവന്റെ പ്രാണൻ മാത്രം തുടരുത്, ബാക്കി എല്ലാത്തിനും അനുവാദം കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം സാത്താൻ യോബിലെ മക്കളെ ഓരോന്നായി കൊന്നു. പക്ഷെ യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ സാത്താൻ യോബിന്റെ മൃഗസമ്പത്ത് നശിപ്പിച്ചു. എന്നാൽ ഇതിനൊന്നും യോബ് ദൈവത്തെ എതിരായ തെറ്റായ വാക്കൊന്നും പറഞ്ഞില്ല. പിന്നെ സാത്താൻ യോബിന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. പക്ഷേ യോബ് തന്റെ വിശ്വാസം വിട്ടില്ല. തന്റെ ഭാര്യ പോലും തന്നോട് എതിർത്ത് നിൽക്കുമ്പോൾ യോബ് ദൈവത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. സാത്താന്റെ എല്ലാ ശ്രമങ്ങളും 8 നിലയിൽ പൊട്ടി. പിന്നെ പോയ വഴി കണ്ടില്ല. പാട്ടുകാരൻ പാടുന്ന പോലെ, എല്ലാ തോൽവികൾക്കും നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നിന്റെ സാന്നിധ്യമറിയ ഇടയായി. സാധു കൊച്ചു കുഞ്ഞുപദേശി ഇങ്ങനെ എഴുതി, കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. നമ്മളൊക്കെ പാടുന്ന മറ്റൊരു പാട്ടാണ്, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതര സിന്ധനമോർത്തിടുമ്പോൾ കൊടിനരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയരെ, ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ് ഒരു ക്രിസ്തീയ ജീവിതം. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന്റെ പരിശോധനകൾ കടന്നു വരും. ഇവിടെ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ ജയിച്ചു നിന്ന യോബിന് നഷ്ടമായതൊക്കെ ദൈവം അധികം അനുഗ്രഹമായി തിരിച്ചു കൊടുത്തു. യോബിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിയും? ഒന്നാമതായി, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. രണ്ടാമതായി,